പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ മജീഷ്യൻ ഹാരിസ് താഹ, ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്ന ലോക റെക്കോർഡ് ജേതാവാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു കൊച്ചു കാര്യം പറയാൻ വേണ്ടിയാണ്. ഏറ്റവും പ്രിയമുള്ളവർ കിടിലം ഫിറോസ്, RJ സുമി, അവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി ഒരു കൊച്ചു സ്ഥാപനം, സനാഥാലയം, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു QR കോഡുമായി പല തവണ ഞാൻ എത്തിയിട്ടുണ്ട്. സനാഥാലയത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ ചെറിയ തുകയും സനാഥാലയത്തിൻ്റെ പോരാളികൾക്കുള്ള സപ്പോർട്ടാണ്. സനാഥാലയം ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സനാഥാലയം ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കെട്ടിടത്തിൽ നിന്നും മാറി താൽക്കാലിക ഒരു ഷെൽട്ടറിലാണ് അവരിപ്പോൾ ഉള്ളത്. അത് ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് എത്തുവാൻ ഏതാണ്ട് 3 കോടി രൂപയോളം വേണം. നമ്മുടെ മുന്നിലേക്ക് കിടിലം ഫിറോസ് എന്ന് പറയുന്ന ഫിറോസ് ഭായിയും RJ സുമിയും കൈനീട്ടുകയാണ്. അവർക്ക് വേണ്ടിയല്ല, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പോരാളികൾക്ക് വേണ്ടി. ഇവിടെ നിങ്ങൾ കാണുക, ഒരു കറുത്ത നിറത്തിലുള്ള ഒരു സ്കാർഫാണ്, ഒരു തുണിയാണ്, ഒരു ഷോളാണ്. ഈ ചിന്തകൾ നെഗറ്റീവായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും, നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ എത്ര രൂപയായാലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വർണ്ണാഭമായിരിക്കും. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് വളരെ വലിയ പ്രതീക്ഷകൾ ഉയർന്നു വരും. എങ്ങനെയെന്ന് ഇതുപോലെ വളരെ വലിയ പ്രതീക്ഷകൾ അവിടെ മുന്നിലേക്ക് ഉയർന്നു വരും. ഈ ഒരു QR കോഡുമായി ഞാൻ നിങ്ങളിൽ പലരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്ര തന്നെ ആയാലും ഒന്ന് എത്തിച്ചു കൊടുക്കണേ എന്ന്, എത്തിച്ചു കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞവരും എത്തിച്ചു കൊടുത്തവരുമുണ്ട്. എത്ര തന്നെ ആയാലും ഇനിയും ആളുകളിലേക്ക് ഈ ഒരു QR കോഡ് എത്തേണ്ടത് അനിവാര്യമാണ്. കാരണം എൻ്റെ കൈവശം ഒരു പാത്രമുണ്ട്, കണ്ടില്ലേ, ഇത്തിരി അരിക്കൊക്കെ പെടേണ്ട ഒരു പാത്രമാണ്. ഈ പാത്രം നമ്മളാണ്, മലയാളിയാണ്, മനുഷ്യൻ്റെ നന്മ പറ്റാത്ത മലയാളികളാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ QR കോഡ് എത്തുന്നു. എങ്ങനെ എത്തുന്നു? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് അഗ്നിയായി നാം ഓരോരുത്തരുടെയും മുന്നിലേക്ക് എത്തിപ്പെടണം. അഗ്നിയായി ഈ QR കോഡ് ഓരോരുത്തരുടെയും മുന്നിലേക്ക് എത്തിപ്പെടണം. ഇത് ഇവിടെ കത്തിച്ച് നശിപ്പിക്കുകയല്ല, ഓരോ മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയുടെ മനസ്സിലേക്കും അഗ്നിനാളമായി ഈ QR കോഡ് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. സനാഥാനത്തിലെ ഈ QR കോഡ് ഇവിടെ എരിഞ്ഞു തീരുകയില്ല, എരിഞ്ഞു തുടങ്ങുകയാണ്. മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക്, ഓരോ മലയാളിയുടെയും ഉള്ളിലേക്ക് ഈ QR കോഡ് എത്തിച്ചേരണം. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ ഒരു അഗ്നിനാളം. അത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഈ QR കോഡിനെയും സനാഥാലയത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതാണ്ട് 5 വർഷം കൊണ്ട് 100 കണക്കിന് 1000 ക്യാൻസർ പോരാളികൾക്ക് തണലായ, താങ്ങായ സനാഥാലയം ഇനിയും ആയിരങ്ങൾക്ക് വളരെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഭൂമിയിൽ എന്നെന്നും നിലനിൽക്കട്ടെ. അതിന് സനാഥാലയത്തിന് ഒരു സ്വന്തം കെട്ടിടം ആവശ്യമാണ്. ഒരു സ്വന്തം ബിൽഡിംഗ് സനാഥാലയത്തിന് സാധ്യമാക്കുവാൻ നമുക്കൊന്നിച്ചു നിൽക്കാം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ശൂന്യമായ ഫോട്ടോ ഫ്രെയിമാണ്. കണ്ടില്ലേ, ശൂന്യമായൊരു ഫോട്ടോ ഫ്രെയിമാണ്. നാം എല്ലാവരും സനാഥാലയത്തിനെ കുറിച്ച് മറ്റുള്ള ആളുകളോട് പറയുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് അവിടെ എത്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. എങ്കിലും ഇത് സംഭവിക്കും. നമ്പർ 1, നമ്പർ 2, then നമ്പർ 3. യെസ്, സേവ് സനാഥാലയം. ഇത് എല്ലാവരിലേക്കും എത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ക്യാൻസർ പോരാളികൾക്ക് ഈ സനാഥാലയം എന്നും ഒരു ആശ്രയമായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. സനാഥാലയത്തിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, മജീഷ്യൻ ഹാരിസ് താഹ.